ഹലോ, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. പഴയ വീഡിയോസ് ഒക്കെ നോക്കിയപ്പോൾ നമ്മളൊരു ഈവനിങ് വ്ളോഗ് ചെയ്തിട്ട് കുറച്ചധികം നാളായതുപോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പക്ഷെ ജേർണലിങ് ചെയ്യണം. ജേർണലിങ് ചെയ്യണമെങ്കിൽ കൈ കുറച്ച് വൃത്തി വേണം. എൻ്റെ നെയിൽ പോളിഷൊക്കെ ഓൾറെഡി ഇളകി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ തട്ടിക്കൂട്ടി ഒരു ലെയറും കൂടെ വെറുതെ പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു നെയിൽ സ്റ്റിക്കർ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു രണ്ടെണ്ണം വെറുതെ ഒന്ന് ഒട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്ന് അറിയാമെന്ന്. ഇത് ഞാൻ ഗുരുവായൂർ പോയപ്പോൾ അവിടെ ഒരു ഫാൻസി കണ്ടപ്പോൾ വാങ്ങിച്ചാണ്. ഇത് ഞാൻ ആക്ച്വലി അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു, പക്ഷേ ആര്യ ഇത് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനിത് ശ്രദ്ധിച്ചത്. അപ്പം ഞാനൊരു കൗതുകത്തിന് വാങ്ങിച്ചു വെച്ചതാണ്. ആകെ 2 വിരലിലായിട്ടാണ് ഞാൻ ഒട്ടിച്ചത്, കാരണം എവിടെയും പോകുന്നില്ല. പിന്നെ ഇത് വെറുതെ ഒന്ന് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ട് ഒട്ടിച്ചതാണ്. ആ തമ്പിൽ ഒട്ടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ മറ്റേത് എനിക്ക് അത്രയും ഇഷ്ടമായില്ല. അത് കുറച്ച് വലുതുപോലെയൊക്കെ തോന്നി. ബട്ട് ഓവറോൾ കുഴപ്പമില്ല. ഇനി നമുക്ക് ജേർണലിങ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ ജേർണലിങ് ചെയ്യുന്നത്. ഇനിയെങ്കിലും ഒരു ബ്രേക്കൊന്നും എടുക്കാണ്ട് ജേർണൽ പേജസൊക്കെ ഫില്ല് ചെയ്ത് ഒന്ന് വേഗം ഈ ഒരു ജേർണൽ ബുക്ക് തീർത്തിട്ട് ഫ്ലിപ്പ് ത്രൂ ഒക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് കുറച്ച് ജേർണലിങ് പേജസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലുണ്ട്. ഇന്ന് ചെയ്യുന്ന ജേർണൽ പേജ് ആക്ച്വലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാര്യം എന്നോട് മറന്നുപോയി. പിന്നെ 2 ദിവസം മുന്നേ ആ സെയിം വീഡിയോ ഞാൻ പിൻട്രസ്റ്റ് കണ്ടു. അത് ഞാനൊരു സൈനായിട്ട് എടുത്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി അടുത്ത് വരുന്ന ജേർണൽ പേജ് ഏകദേശം ഈ ഒരു വൈബിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാമെന്ന്. അതൊരു പോപ്പപ്പ് കാർഡ് സ്റ്റൈലിലാണ് ആ ഒരു പേജ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഒരു സ്ക്വയർ പേപ്പറാണ് വേണ്ടത്, പക്ഷെ എൻ്റെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണുള്ളത്. അപ്പം ഞാൻ സ്ക്വയർ ആക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുന്ന സാധനമായിരിക്കും. പിന്നെ ആ ഒരു പാറ്റേൺ പേപ്പർ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്തെടുത്തതാണ്. കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ ഇങ്ങനെയാണ് വന്നത്. കുറച്ചുകൂടെ ഹാർട്ട് ഷേപ്പ് ഒന്നുകൂടെ ഒന്ന് നീട്ടി വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ടായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഞാൻ കുറച്ച് കുഞ്ഞാക്കി വരച്ചു പോയി, അതാണ് ഇങ്ങനെ ഫ്ലവർ പോലെ ആയത്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യുക. അതെവിടെയാണ് സ്റ്റിക്ക് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ആ പെറ്റലിൻ്റെ, അതായത് 2 സൈഡിലുള്ള ആ പെറ്റലിൻ്റെ ഭാഗത്താണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്കിങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള 2 പെറ്റലിലായിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ കണ്ട പോലെ സക്സസ് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കി. അതെ ഗൈസ്, സക്സസ് ആണ്. പോപ്പപ്പ് ചെയ്ത് വരുന്നൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ എന്തോ ഒരു വശപിശകും ഉണ്ട്. അവിടെ ഇങ്ങനെ ചുളിഞ്ഞ് കാണുന്നുണ്ട്. പക്ഷെ എനിക്കത് അത്ര ഇഷ്ടമായില്ല ചുളിവ് വന്നിട്ട്. എന്നാലും കുഴപ്പമില്ല. ഈ ഒരു പേപ്പർ ആണെങ്കിൽ ലൈറ്റ് ഷെയ്ഡാണ്, അവരുപയോഗിച്ച് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ്. അതുകൊണ്ട് ചുളിവൊന്നും അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു 2 കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഹാർട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് കളർ സെലക്ട് ചെയ്യുന്നൊക്കെ ഞാൻ കുറേ നോക്കി, പക്ഷെ എനിക്കിത് രണ്ടും ഒന്ന് മാച്ചായിട്ട് നിൽക്കുമെന്ന് തോന്നി. പിന്നെ ഞാൻ വേറൊരു വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ആ വീഡിയോയിൽ പക്ഷേ സോങ്സിനെ പറ്റിയാണ് ജേർണൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ സിമ്പിൾ തിങ്സ് ഇൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് തോട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് എഴുതി കൊടുക്കുന്നത്. ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതെനിക്ക് കണ്ടപ്പോഴേ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ എന്തുകൊണ്ടോ വിട്ടുപോയി. എന്തായാലും ഞാൻ ചെയ്തു. അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ 2 കളർ പെൻസിൽ എടുത്തു വെച്ചല്ലോ, അതുകൊണ്ട് കുറച്ച് ബ്ലാങ്ക് ആയിട്ട് വരുന്ന സ്പേസിലൊക്കെ ഹാർട്ട് ഷേപ്പ്, കുഞ്ഞു കുറച്ച് ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓവർ ആക്കുന്നില്ല, കുറച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പോപ്പപ്പ് ചെയ്ത് അങ്ങനെ തന്നെ ബുക്ക് ക്ലോസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇതാ നോർമലായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യാം. എനിക്ക് രണ്ടും ഇഷ്ടമായി, പക്ഷെ കുറച്ചുകൂടി ഇഷ്ടമായത് നമ്മളിങ്ങനെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്നതാണ്. പക്ഷെ ആ ഒരു ചുളിവുള്ളത് കൊണ്ട് എനിക്ക് എന്തോ പോലെ തോന്നുകയും ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. പിന്നെ എനിക്ക് തോന്നി ഞാനിങ്ങനെ ഇത് കണ്ടപ്പോൾ കുറേ പ്രാവശ്യം പോപ്പപ്പ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ബുക്ക് തുറക്കുക അടയ്ക്കുക, ബുക്ക് തുറക്കുക അടയ്ക്കുക, ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇത്ര ചൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് നോക്കിയാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാം. ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ കളിക്കുന്നുണ്ട്. ബുക്ക് പറന്നു പോകാഞ്ഞത് ഭാഗ്യം.
പിന്നെ ജേർണൽ ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അത് പോപ്പപ്പ് ചെയ്ത് അങ്ങനെ വേണ്ട, ഇങ്ങനെ സാധാരണ പോലെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കാമെന്ന്. എന്നിട്ട് ക്ലോസ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത ദിവസം അടുത്ത ജേർണൽ ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ജേർണൽ. ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണെങ്കിലും എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ജേർണൽ പേജൊക്കെ ചെയ്തപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ വന്നു. ഇനിയിപ്പോൾ എന്താ, എടുത്ത സാധനങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് തന്നെ മാറ്റി വെക്കുകയാണ്, ഇല്ലെങ്കിൽ അത് മിസ്സായി പോവും. എൻ്റെ കയ്യിലാണെങ്കിൽ നല്ല ടാൻ വന്നിട്ടുണ്ട്. വാച്ച് കെട്ടുന്ന ഭാഗത്ത് മാത്രം വേറെ കളറാണ്. ജേർണലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇപ്പം ചൂടായതുകൊണ്ട് 2 നേരം കുളിക്കാൻ തോന്നാറുണ്ട്. വൈകുന്നേരത്തെ ചായ കുടിക്കാനുള്ള ടൈമായി വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന്. ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്ന സംഭവം അങ്ങനെയൊന്നും ഞാൻ കാണിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിങ്ങനെ ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്യും, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും, അങ്ങനെയൊക്കെ. എനിക്കിപ്പോൾ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ഓർമ്മ വരുന്നുണ്ട്. ഏതോ 2ാമത്തെ വീഡിയോ ആയിരുന്നു തോന്നുന്നു. അതിൽ ഞാനിങ്ങനെ പയറ് മുറിക്കുന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതെന്തോ നെസ്റ്റ് അടിച്ചു. ഇപ്പം ഞാൻ കുറച്ച് വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ഉള്ളി, തക്കാളി, ഇത് 3 കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇങ്ങനത്തെ ഒരു വീബ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു സാൻഡ്വിച്ച് സ്പ്രെഡ് ഉണ്ട്. ഇതെനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബ്രെഡ് വേണം. ബ്രെഡല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഈ റൊട്ടി സ്ലൈസ് ചെയ്ത് വെച്ച സംഭവമാണുള്ളത്. ഇതായാലും കുഴപ്പമില്ല, രണ്ടും ടേസ്റ്റ് സെയിം ആണ്. അപ്പം ഇത് വേണം. ഇതൊരു സ്ലൈസ് കുറച്ചുകൂടെ തിക്കാണ്. നമ്മുടെ ബ്രെഡിന് ഇത്രയും തിക്നെസ് വരുന്നില്ലല്ലോ. 2 ബ്രെഡാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി മിൽക്കി മിസ്റ്റിൻ്റെ ഈ ചീസിൻ്റെ സ്ലൈസ് ഉണ്ട്, ഇതും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെജീസും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2ാമത്തെ സ്ലൈസിൽ ആ ഒരു സ്പ്രെഡും തേച്ച് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ഇതെങ്ങനെയാണ് കഴിക്കാറെന്ന് ചോദിച്ചാൽ 2 ബ്രെഡിൻ്റെ ഇടയിൽ ആ വെജീസ് മാത്രം ഇട്ടിട്ടാണ് കഴിക്കാറ്. അങ്ങനെ തന്നെ കഴിക്കും. പക്ഷെ ഇന്ന് കുറച്ച് ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചീസും എന്നിട്ട് അത് എയർ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ നോക്കിയിട്ട് കാണുന്നില്ല. എന്നിട്ട് ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കേക്ക് സിക്കിളും കേക്ക് പോപ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ബോക്സിലിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ബോക്സിൽ വെക്കുന്ന സംഭവമാണ് അത്. ബട്ടർ പേപ്പർ കാണാത്തതുകൊണ്ട് അതൊന്ന് എടുത്ത് യൂസ് ചെയ്യുന്നു. പിന്നെ ഇത് എയർ ഫ്രയറിൽ വെച്ചതിന് ശേഷമാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഒറിഗാനോ ഇടാറുണ്ടായിരുന്നു ആ ഒരു വെജിറ്റബിൾ മിക്സിൽ, പക്ഷെ എന്നോട് ഇടാൻ മറന്നുപോയി. ഇപ്പം ഞാൻ കുറച്ച് ആഡ് ചെയ്തു. എന്നിട്ട് അടുത്തൊരു സാൻഡ്വിച്ച് പോലെ ചെയ്യാൻ നോക്കുകയാണ്. ഇതിന് പക്ഷേ ഞാൻ 2 ബ്രെഡ് എടുക്കുന്നില്ല, ഒറ്റ ബ്രെഡിൽ തന്നെ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആദ്യം എയർ ഫ്രയറിൽ വെച്ച സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് അതും കൂടെ വെക്കണം. കൈയൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാണ്ടാണ് ഇതെങ്ങനെയെങ്കിലും ആ പേപ്പർ അവിടെ വെച്ചിട്ട് ഇതിങ്ങോട്ടേക്ക് എടുത്ത് വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. കാരണം നമുക്ക് ഒന്നുകൂടെ കുക്ക് ചെയ്യാനുണ്ട്. ആ സെയിം പേപ്പർ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ശ്രമിച്ചത്. പക്ഷെ നടന്നില്ല. അപ്പം ഞാൻ മൊത്തം പേപ്പറോടെ എടുത്തിട്ട് സാൻഡ്വിച്ച് അവിടെ വെച്ച് പേപ്പർ വീണ്ടും അവിടെ വെച്ചിട്ട് മറ്റേ 2ാമത്തെ സംഭവം അവിടേക്ക് എടുത്ത് വെച്ചു. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഈ ചീസൊക്കെ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ എനിക്ക് മറ്റേതിനെക്കാട്ടും ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമായി. ഒരു പിസ്സ വൈബൊക്കെ ഉണ്ട്. വെറുതെ ഒരു പിസ്സ വൈബൊക്കെ ഉണ്ട് എന്ന് പറയണം നിങ്ങൾ. എന്നാൽ മാത്രമേ എനിക്കതൊരു മോട്ടിവേഷൻ ആയിട്ട് വേറെ ഇങ്ങനത്തെ സംഭവമൊക്കെ ട്രൈ ചെയ്യാൻ തോന്നുള്ളൂ. പിന്നെ കുറേ സമയം അതിൻ്റെ ഭംഗി ആസ്വദിച്ചു. പിന്നെ തംബ്നെയിലിനുള്ള പിക്ചർ എടുത്തു. ഇതൊക്കെയായിരുന്നു കുറേ സമയം. അപ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ പോയി. എന്നിട്ട് ഞാൻ ചായ കുടിച്ചു. ഞാൻ ആ 2ാമത് ഉണ്ടാക്കിയ ആ ഒരു സ്ലൈസാണ് കഴിച്ചത്. മറ്റേത് പീസാക്കിയിട്ട് വീട്ടിലുള്ളവർക്കെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് പിൻട്രസ്റ്റ് വണപ്പീനെ അറിയായിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ വ്ളോഗൊക്കെ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ടു. കഴിഞ്ഞ് വേറെ വ്ളോഗ് കണ്ടു. അങ്ങനെ കുറേ സമയം ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ കണ്ടിരുന്നു. ഇനി കുറച്ച് പഠിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് റൂമിലേക്ക് പോയി. ഇനി മാഗസിൻ്റെ എക്സാം ആയിരുന്നു വരാനുള്ളത്. അപ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മാഗസിനൊക്കെ എടുത്ത് വെച്ച് പേജസൊക്കെ മറിച്ചിട്ട് നോക്കി പഠിക്കാൻ തുടങ്ങുകയാണ്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. ബ്രേക്ക് വന്നപ്പം അതും നിന്നുപോയി. ഇനിയെങ്കിലും എല്ലാ ദിവസവും ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കണം. ഒരു 2 to 3 ഡേയ്സ് കൊണ്ട് എന്തൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഷോർട്സ് ഇട്ട് തുടങ്ങും. പിന്നെ ഈ ഒരു ഡെസ്കിനൊരു മേക്ക് ഓവർ കൊടുത്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് എന്തോ ഈ ഒരു സ്റ്റൈല് ചേഞ്ച് ചെയ്യാനൊക്കെ തോന്നി തുടങ്ങി. മനസ്സിലുണ്ട്, പക്ഷേങ്കിലും ചെയ്യണോ വേണ്ടയോ അങ്ങനത്തെ ഒരു ഇതിലാണുള്ളത്. ടേബിൾ ലാമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ അങ്ങനെയൊക്കെ നോക്കണം.
അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് ഞാൻ കുറേ ആയി പറയുകയും വിചാരിക്കുകയും ചെയ്യുന്നത്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഓക്കെ ആയിട്ട് പോവും, ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഒന്നും ഓക്കെ അല്ല, വൈകുന്നേരം തൊട്ട് രാത്രി വരെ ഓക്കെ ആയിരിക്കും. അതാണ് ഇങ്ങനെ ഈവനിങ് വ്ളോഗിലും ഹാഫ് ഡേ ഇൻ മൈ ലൈഫിലും നിന്ന് പോകുന്നത്. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്തെങ്കിലും ഹാപ്പനിങ് ആയിട്ടുള്ള ദിവസം ഞാൻ എടുക്കാം. അപ്പോൾ പഠിച്ചു കഴിഞ്ഞു, എന്നിട്ട് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണമെങ്കിൽ ഒരു ഡിന്നറും കഴിക്കണം, കുറച്ച് റീൽസും സ്ക്രോൾ ചെയ്യണം. അതൊക്കെ ചെയ്ത് അന്നത്തെ ദിവസം എൻഡ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.